ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗായിട്ടാണ്. വ്ളോഗിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന ജോലിയുടെ കൂടെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കൂടുതലും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് രാവിലെ മോന് സ്കൂളിൽ പോയതിന് ശേഷമാണ്. ഏകദേശം 8:30 മണിയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ ഞാനിപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബാത്താണ്, അതായത് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് കുറച്ച് കൂടുതൽ ജോലിയുള്ള ഒരു ദിവസമായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഈസി ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ നേരെ ബെഡ്റൂമിൽ പോയിട്ട് ഞങ്ങൾ കിടന്ന ബെഡ്ഷീറ്റും പുതപ്പൊക്കെ മടക്കി വെക്കലാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ ഉൻസൂർ എന്ന് കുറച്ചും കൂടി ഉള്ളിലായിട്ട് ഒരു അണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഇവിടെ കന്നഡയാണ് സംസാരിക്കുന്നത്. മോൻക്ക് സ്കൂളിലാണെങ്കിലും കന്നഡ സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ എനിക്കിവിടെ ചുറ്റുള്ളവരാണെങ്കിലും കന്നഡ സംസാരിക്കുന്നവരാണ്. അതേപോലെ ഞാനിപ്പോൾ വീടിൽ നിന്ന് പുറത്ത് അധികം ഇറങ്ങാറൊന്നുമില്ല. കാരണം വേറൊന്നുമല്ല, പൊതുവെ ഇവിടെ മലയാളം സംസാരിക്കുന്ന ആരുമില്ല. കന്നഡ ഇപ്പോൾ ഞാൻ ഏകദേശം പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞു. കന്നഡ ഏകദേശം നന്നായിട്ട് സംസാരിക്കാൻ ഇപ്പോൾ എനിക്കറിയാം. എങ്കിലും ഒരു നമ്മുടെ നാടിൻ്റെ ഒരു ആ വൈബൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ വന്ന ആ ഒരു സമയത്ത് 1 വർഷം 2 വർഷമൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ മോനെയും കൂട്ടിയിട്ട് പോവുമായിരുന്നു പുറത്ത്. പിന്നെ മോൻ കുറച്ചും കൂടി വളർന്നതിന് ശേഷം അവനക്ക് സൈക്കിൾ വാങ്ങിയിട്ട് ആ സൈക്കിളും എടുത്തിട്ട് പോവുമായിരുന്നു. അവനെ ഇരുത്തിയിട്ട് ഞാൻ അതിൽ ഉന്തിക്കൊണ്ട് പോകുമായിരുന്നു. ഇവിടെ അടുത്തൊരു ചെറിയൊരു തടാകം പോലൊരു സംഭവമുണ്ട്, അതുവരെ പോയിട്ട് തിരിച്ചു വരും. അല്ലാതെ ആൾക്കാരുമായിട്ട് സംസാരിക്കാനൊന്നുമില്ല, ഇങ്ങനെ കാഴ്ച കണ്ട് നടക്കാമെന്നേ ഉള്ളൂ. ഇവിടെ കാഴ്ചയാണെങ്കിൽ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. കാരണം എനിക്ക് ചുറ്റും കൃഷി സ്ഥലങ്ങളാണ്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ള ഈ ഒരു ഗ്രാമം. കൃഷിസ്ഥലമാണ്, ഇഞ്ചി എല്ലാ കൃഷിയും ഉണ്ട് ഇവിടെ. ഒരു വീടിൻ്റെ മുറ്റത്ത് തന്നെ വെറുതെ കാട് ചെടികളൊന്നും നമുക്ക് വളർന്നു കിടക്കുന്ന കാണാൻ പറ്റില്ല. നല്ല പൂച്ചെടികളും അതേപോലെ അവർക്ക് വേണ്ട വീട്ടിനാവശ്യമായ വെജിറ്റബിൾസും ആയിരിക്കും അവരുടെ മുറ്റത്ത് നിറയെ ഉണ്ടാവുക. അങ്ങനെയാണ് ഈ ഒരു ഗ്രാമം ഉള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ആ ഒരു കാഴ്ച നല്ല രസമാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ രാവിലെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ മടക്കിയതിന് ശേഷം അപ്പുറത്ത് എൻ്റെ അനിയൻ കിടക്കുന്ന റൂമിൽ പോയിട്ട് അവൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ശരിയാക്കിയിട്ട് എനിക്ക് മടക്കാനുള്ള ഡ്രസ്സൊക്കെ ബെഡിൽ കൊണ്ടിട്ടതാണ്. അത് മടക്കി വെക്കലാണ് ഇനിയുള്ള പണി. കുറച്ചധികം ഡ്രസ്സ് തന്നെയുണ്ട്. കാരണം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. ഒരു 3 ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ അനിയത്തിയുടെ മോളുടെ കല്യാണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം അവരുടെ വീട്ടിലേക്ക് പോകാനുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് തിരുമ്പാനുള്ള സമയം, അലക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാ ഡ്രസ്സും അതേപോലെ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ 3 ദിവസത്തെ ഒരു ദിവസത്തിൽ തന്നെ ഏകദേശം 2 ഡ്രസ്സൊക്കെ ഞങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ 2 മക്കളും പിന്നെ അനിയനും. ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ കയ്യിൽ അലക്കാനുള്ളതായിരുന്നു. അതും പിന്നെ മെഷീനിൽ അലക്കാനുള്ളതൊക്കെ ആയിട്ട് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു തിരുമ്പി മടക്കാൻ വേണ്ടിയിട്ട്. മടക്കുന്നതാണെങ്കിലും എനിക്ക് മടക്കുന്ന ഒരു സമയത്ത് ബാക്കി ഏത് ജോലിയിലും എനിക്ക് ആ ഒരു കുഴപ്പമില്ല. പക്ഷേ ഡ്രസ്സ് മടക്കുന്നതും അലമാരയിൽ വെക്കുന്നതും വളരെ നീറ്റായിട്ടിരിക്കണം. മടക്കുന്നതാണെങ്കിലും അത് മറിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ മടക്കി വെക്കുന്നില്ല. ചില ആൾക്കാരുണ്ട് ഡ്രസ്സ് തിരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് ഇല്ലായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പോലെയാണ്, ഒരു സമാധാനം ഇല്ലാത്ത പോലെ ഉണ്ടാവും. ഞാൻ അങ്ങനെ വെച്ചാലും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് അത് ശരിയാക്കിയിട്ട് വെക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഡ്രസ്സ് മാത്രം എനിക്ക് നല്ല നീറ്റായിട്ടിരിക്കണം മടക്കി വെക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഞാൻ നല്ല നീറ്റായിട്ട് മടക്കിയിട്ട് അലമാരയിൽ നല്ല രീതിയിൽ അട്ടിക്കായിട്ട് തന്നെ വെക്കും. ഇങ്ങനെ കൂട്ടി കുഴച്ചിടുകയൊന്നുമില്ല. എനിക്ക് ആ ഒരു സംഭവം മാത്രം എനിക്കിഷ്ടമല്ല. ബാക്കി ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മടിയായിരിക്കാം. എന്നാലും ഈ ഒരു സംഭവം എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വേണം. അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെക്കലാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 7 വർഷമൊക്കെ ആയി. അപ്പോൾ എനിക്കിവിടെ അടുത്ത് മദ്രസൊന്നുമില്ല, മദ്രസില്ല, പള്ളിയില്ല. അതൊക്കെ ഭയങ്കര ഒരു മിസ്സിങ് ആണ്. ബാങ്ക് കേൾക്കാനില്ല, പെരുന്നാളിനാണെങ്കിലും ഒരു തക്ബീറൊന്നും കേൾക്കാനില്ല, റബ്ബിൽ അവൽ പരിപാടികളൊന്നും കാണാനില്ല. ആ ഒരു സംഭവത്തൊക്കെ എനിക്ക് ഭയങ്കര മിസ് ചെയ്യും. കഴിയുന്നത്ര ഞാൻ റബ്ബിൽ അവലിനൊക്കെ നാട്ടിൽ പോകാറുണ്ട്. മോൾക്ക് ആ ഒരു പരിപാടിയിലൊക്കെ അവൻ പങ്കെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ നാട്ടിൽ കൊണ്ടുപോകാറുണ്ട്. ഇതിപ്പോൾ പുറത്ത് ഞാൻ കയ്യിൽ തിരുമ്പിയിട്ട ഡ്രസ്സാണ്. വെള്ളം വരുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡ് പുറത്തും ഒരു സ്റ്റാൻഡ് അകത്തുമായിട്ടാണ് വെക്കുക. അപ്പോൾ വെള്ളം ഇറ്റുന്നതൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടിടും. വെള്ളം ആറിയതിന് ശേഷം ഉള്ളിൽ സ്ഥലമുണ്ടെങ്കിൽ ഉള്ളിൽ കൊണ്ടുവന്നിടും. അപ്പോൾ ഇത് രാവിലെ ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് മടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഉള്ളിലും ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് മെഷീനിൽ അലക്കിയത് മാത്രം ഞാൻ അവിടെയാണ് ഇടുക, പുറത്തിടില്ല.
പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ അധികവും നല്ല വെയിലുള്ള ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഒരു മൂടാപ്പ് തന്നെയാണ് ഉണ്ടാവുക. നല്ലൊരു തണുപ്പും അങ്ങനെ. ആദ്യമൊക്കെ ഞാൻ വരുന്ന സമയത്ത് കൂടുതലും തണുപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. പിന്നെ ഇപ്പം മാറി മാറി വരുന്നുണ്ട് ചൂടൊക്കെ. ഇപ്പം ഉണ്ട്. ഞങ്ങൾക്ക് ആദ്യം ഇവിടെ ഫാനൊന്നും ആവശ്യം വരാറില്ല. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ. നാട്ടിലാണെങ്കിൽ പക്ഷേ ആ ഒരു കാര്യം ക്ലൈമറ്റും ഇവിടുത്തെ ഗ്രാമീണ സൗന്ദര്യമൊക്കെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെയാണ് നല്ല. പക്ഷേ നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫുഡാണെങ്കിലും ഇവിടെ കൂടുതലും വെജിറ്റേറിയൻസ് ആണ്. എനിക്ക് ചുറ്റുമുള്ളത് കൂടുതലും വെജിറ്റേറിയൻസ് ആണ്. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള പോലെ ചായ തട്ടുകടകളൊന്നും ഉണ്ട്. പക്ഷെ അവിടെ ഗോബി മഞ്ചൂരി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ആ ഒരു സംഭവമേ കിട്ടൂ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ മിസ് ചെയ്യും. പിന്നെ എൻ്റെ നാട് എന്ന് പറയുന്നത് കാസർഗോഡാണ്. ഇക്ക കണ്ണൂരാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഹുണസൂറാണ്. അപ്പോൾ എൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചാൾക്കെങ്കിലും തോന്നും ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. ഞാൻ കാസർഗോഡ് ഭാഷ സംസാരിക്കുന്ന ആളായിരുന്നു. കാസർഗോഡ് ഭാഷ എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം, വേറെ തന്നെ ഒരു രീതിയിലുള്ള ഭാഷയാണ്. ആ ഒരു ഭാഷ സംസാരിക്കുന്ന ആളായിരുന്നു. പിന്നെ കണ്ണൂരിലേക്ക് കല്യാണം കഴിഞ്ഞു. അതല്ലാതെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ചടി ഭാഷ പഠിക്കും. പിന്നെ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓഫീസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടീച്ചറൊക്കെ ആയിട്ട് ഒരു വർഷം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഭാഷ കുറച്ചും കൂടി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ഭാഷയിൽ നിന്ന് ഉൾനാടൻ ഭാഷയിൽ നിന്ന് കുറച്ചും കൂടി മെച്ചുവേർഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് കണ്ണൂർ ഭാഷ സംസാരിക്കാൻ അത്ര പ്രയാസം വന്നിട്ടില്ല. എന്നാലും ചിലതൊന്നും മനസ്സിലാവില്ല. കണ്ണൂരായാലും അവർക്കുമായിട്ട് ഉൾനാടൻ ഭാഷകളൊക്കെ ഉണ്ട്. ചിലത് നമുക്ക് മനസ്സിലാവില്ല. എന്നാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാഷ അവർക്ക് കാസർഗോഡ് ഭാഷയായിട്ട് തോന്നലില്ല എന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കർണാടകയിൽ വന്നിട്ട് ഞാൻ കന്നഡയും കൂടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മൊത്തത്തിൽ എൻ്റെ ലാംഗ്വേജ് എന്തോ പോലെയായി. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭാഷയാണ് എൻ്റേത്. അതേപോലെ എൻ്റെ മോൻ്റെ ആണെങ്കിലും എനിക്കിപ്പോൾ കുറച്ചും കൂടി വലുതായത് കൊണ്ട് തന്നെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ മോൻ്റെ കാര്യം അങ്ങനെയല്ല. അവന് സ്കൂളിൽ കന്നഡ സബ്ജക്റ്റ് ഉണ്ട്. അതേപോലെ എൻ്റെ നാട്ടിൽ പോയാൽ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കാസർഗോഡ് ഭാഷയാണ് സംസാരിക്കുക. ഇക്കാൻ്റെ വീട്ടിൽ പോയാൽ ഇവിടെ ഇക്കയും ഞാനും അവനോട് ഞാൻ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് സംസാരിക്കുക. ചിലപ്പോൾ കാസർഗോഡ് ഭാഷ സംസാരിക്കും. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭാഷയാണ് ഞാൻ മക്കളോട് സംസാരിക്കുക. നമുക്കത് ഇന്ന രീതിയിൽ സംസാരിക്കണം എന്ന് പെട്ടെന്നൊന്നും നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ലാംഗ്വേജ് പറയുന്നത് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. ഇക്കാനത് കണ്ണൂർ ഭാഷയാണ്. ഇപ്പം എൻ്റെ കൂടെ കൂടിയിട്ട് കുറച്ചൊന്ന് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ണൂർ പോയാൽ, അതായത് ഇക്കാൻ്റെ വീട്ടിൽ പോയാൽ അവിടെ ഉപ്പയും ഉമ്മയൊക്കെ ഉപ്പയും ഉമ്മയാണ് കൂടുതലും നാട്ടിലുണ്ടാവുക. അപ്പോൾ നമ്മൾ കൂടുതലും നിൽക്കുന്നത് പോയാൽ അവിടെയായിരിക്കും. അപ്പോൾ മക്കളോട് ഫോണിലാണെങ്കിലും വിളിച്ചിട്ട് സംസാരിക്കുന്നത് അവരുടെ ഭാഷയാണ്, കണ്ണൂർ ഭാഷയാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ ഭാഷ എന്ന് പറയുന്നത് അവനക്ക് വേഗമൊന്നും മലയാളം വരില്ല. കന്നഡ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം അവൻ ചിലതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും. ആ ഒരു രീതിയിലാണ് അവൻ സംസാരിക്കുക. അപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ കാരണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. നമുക്ക് വലുതായിട്ട് വരുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ മക്കൾ നമ്മൾ മലയാളികളും ഇവിടെ വന്ന് കന്നഡയും ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇതേപോലെ താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്നറിയാം. ഇങ്ങനെ ഇതേപോലെ ഞങ്ങളെപ്പോലെ ഷോപ്പും ഇതുപോലെ വേറെ ഏതെങ്കിലും ബിസിനസ്സൊക്കെ ആയിട്ട് കർണാടകയിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. അതേപോലെ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ. എൻ്റെ ചുറ്റുമായിട്ട് പാലക്കാടുകാരും. പക്ഷെ അവരുടെ ഫാമിലി ഒന്നും അങ്ങനെ കാണാറില്ല. അവർ ഒറ്റയ്ക്ക് വന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഈ മോർണിംഗ് വ്ളോഗിൽ കുറേ കാര്യം സംസാരിച്ചു. നിങ്ങൾക്കിതിൽ വല്ല നെഗറ്റീവും തോന്നിയിട്ടുണ്ടെങ്കിലും അത് പോസിറ്റീവാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം കുറേ വർഷമായി. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമൊക്കെ ആയി. കാരണം ഈ വീട്ടിനുള്ളിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതുമാത്രമല്ല, എനിക്കൊരു വരുമാനം കൂടി വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. ഇങ്ങനെ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ഇൻകം കിട്ടിയതിൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തുടങ്ങിയാൽ കുറച്ചും കൂടി എനിക്കങ്ങനെ കിട്ടിയാൽ നല്ലതായിരിക്കൂലേ എന്ന് വിചാരിച്ചിട്ട്, നമുക്ക് എത്ര ഉണ്ടെങ്കിലും പക്ഷെ നമ്മുടേതായിട്ടുണ്ടാകുമ്പോൾ എന്ത് സാധനമാണെങ്കിലും നമ്മുടേതായിട്ടുണ്ടാകുമ്പോൾ അത് നമുക്ക് പ്രത്യേക ഫീലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്ക് മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള
ഒരിതും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലീസ് ആണെങ്കിൽ അത്ര വലിയ ഉള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിലും കൂടിയാണ് ഞാനിത് തുടങ്ങിയത്. അപ്പം നിങ്ങൾ കഴിയുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ഇങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് ഞാൻ അതൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ കഴിക്കും. അതാണ് പതിവ്. മോൾക്ക് ഞാൻ രാവിലെ മോന് കൊടുക്കുന്ന സമയത്ത് തന്നെ കൊടുക്കും. പക്ഷെ അവൾ ഞാൻ കഴിക്കുമ്പോൾ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ എന്നാലും എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറയും. ടേബിളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ കഴിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഇവിടെ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.